കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്മയുള്ള ഈ ചെറുപ്പക്കാരനായിരിക്കും ദേവുവിൻ്റെ സ്നേഹം അർഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിലേക്ക് വരുന്നില്ല. ദേവിക കയറ. ഈശ്വര, ഞാൻ കാരണം എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും വേദന അനുഭവിക്കുകയാണല്ലോ. ഹലോ സർ, എന്തായി സർ? എന്റെ മോനെ കിട്ടിയോ? ശരി സർ, ഒന്ന് വേഗമാക്കണേ സർ. എന്തായി മഹേട്ട? പോലീസുകാർ അവിടെ എത്തിയോ? അവരേതാണ്ട് ഗോഡൌണിനടുത്ത് എത്താറായിന്ന SI പറഞ്ഞത്. പോലീസ് പെട്ടെന്ന് അവിടെ എത്തി ദേവികയെ സിദ്ധുവിനെ രക്ഷിച്ചാ മതിയായിരുന്നു. അല്ലാതെ അവൾ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറുമ്പോ അവളെയും കൂടി അവര് പിടിച്ചു വെച്ചാലോ? ഈശ്വര, ദൈവമേ, എന്റെ സിദ്ധു. ഈശ്വര, ആരോ വന്നല്ലോ. ജാനകി വാ. ദേവിക, സിദ്ധാർത്ഥനെ അകത്തുണ്ടാക്കിയിട്ട് വാ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതെന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ആനന്ദനും കൂടി ചേർന്നല്ലേ സിദ്ധുവിനെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആനന്ദനും വരണം. ആനന്ദനെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണട്ടെ. വാ. അല്ല, അതിപ്പോ എന്താ ആനന്ദ, വാ. സിദ്ധു, മോനെ, എന്താടാ? അമ്മേ, കുട്ട. അയ്യോ, ദേവിക, മോനെ, മോനെ കുട്ട. ആള് പകുതി മയക്കത്തില്ല. അകത്തുകൊണ്ടേ കിടത്തുന്നതാ നല്ലത്. ദേവിക, ഭദ്രൻ എന്റെ മോനെ എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മാറിക്കോളും. ആ ഗോഡൌണിൽ വെച്ച് സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ വേണ്ടി ഭദ്രനുമായിട്ട് ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായി. അതിനിടയിൽ സിദ്ധാർത്ഥൻ മയങ്ങിപ്പോയതാ. ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും? വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടറെ പറഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ക്ഷീണം മാറിക്കൊള്ളുന്നു. ദേവിക്ക്, നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. പറയാൻ എനിക്ക് വാക്കുകളില്ല. ശരിക്കും എന്നോടല്ല നന്ദി പറയേണ്ടത്, ആനന്ദനോടാ. കൃത്യസമയത്ത് ആനന്ദം വന്നതുകൊണ്ട് കുട്ടനെ രക്ഷപ്പെടുത്താനായത്. അല്ല, ഇത് മനസ്സിലായില്ല. അയ്യോ, ആനന്ദനെ ഇവിടെ ആർക്കും പരിചയമില്ലല്ലേ? കുട്ടന്റെ ആലോചനയ്ക്ക് മുൻപ് എനിക്കൊരു വിവാഹാലോചന വന്നിരുന്നു പറഞ്ഞില്ലേ? അത് ഈ ആനന്ദന്റെ ആലോചനയായിരുന്നു. അമ്മേ, സിദ്ധാർത്ഥനെ അകത്തുകൊണ്ടേ കിടത്തിക്കോ. എന്റെ മോനെ സമയത്തെത്തി രക്ഷിച്ചതില് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. മുത്തശ്ശന് എന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്. പണ്ട് മുതൽക്കേ വളരെ അടുപ്പമുള്ള കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ദേവികയ്ക്കും ഇവരുടെ കുടുംബത്തിനും ഒരു ആവശ്യം വന്ന അതിലിടപെടേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. ഈ ചെയ്ത സഹായത്തിന് ഞങ്ങൾ ആനന്ദനോടൊന്നും കടപ്പെട്ടിരിക്കും. മോളെ, എന്നും എന്റെ മകന് ഇതുപോലെ നീ തുണയുണ്ടാവണം. ഇവനെ പഴയ സിദ്ധുവാക്കി മാറ്റണം. അതിന് നീ തന്നെ വിചാരിക്കണം.
നിന്നെ കൊണ്ട് മാത്രമേ ഇവനെ സുഖപ്പെടുത്താനും ഇതുപോലെ സ്നേഹിക്കാനും രക്ഷിക്കാനും കഴിയും. നമുക്ക് കുട്ടനെ അകത്തുകൊണ്ടേ കിടത്താം. വാ മോളെ. വാ മോനെ. വാ കുട്ട. മോളെ, മുത്തശ്ശനോടും ദേവികേച്ചോടും ഞാൻ എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ അവിടെ നടന്നത്? മോളെ, അത് സിദ്ധുവായിട്ടുമായിട്ടുള്ള വിവാഹത്തിന് ദേവികേച്ച സമ്മതിച്ചു അല്ലേ? അതെ, അവള് സമ്മതിച്ചു. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ചേച്ചിയുടെ ബുദ്ധിയും വിവേകവും ചിന്താശേഷിയൊക്കെ നശിച്ചു പോയോ? ഞാൻ എന്ത് പറയാനാ മോളെ? മുത്തശ്ശൻ ചേച്ചി തടയാൻ പാടില്ലായിരുന്നോ? ഞാൻ അവളോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവളത് വകവച്ചില്ല. നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമെന്ന് അവള് പറഞ്ഞ്. കൊള്ളാം. ഇതാണോ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം? അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യ ഇത്. ശരി, ചേച്ചി ചേച്ചിയുടെ തീരുമാനം എടുത്തോട്ടെ. പക്ഷെ സിദ്ധുവേട്ടനും ദേവികേച്ചയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഗോപിക പറയുന്നേ. മോളെ, മോളെ, ഋഷി, ഞാനൊരു കാര്യം പറയാം. എന്റെ ചേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കില്ല. സിദ്ധുവേട്ടനെ എനിക്ക് ഇഷ്ടമൊക്കെയാ, ഒരുപാട് ഇഷ്ടം, ബഹുമാനവും ഉണ്ട്. സിദ്ധുവേട്ടനെ എന്റെ സ്വന്തം ചേട്ടനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല ഋഷി. അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല. ഗോപിക, കാം ഡൗൺ. താനൊന്ന് സമാധാനപ്പെടും. അവർ തമ്മിലുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, വാക്കുറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി സമയമുണ്ട്. നാളെ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവില്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആ, ഞാനല്ലേ പറയുന്നത്. ഹരി. ആ ചേട്ടാ, ഋഷിയുടെയും ഗോപികയുടെയും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യുക. നാളെ ഡിസ്ചാർജ് ആണെന്നോ? ആ അതെ, നാളെ ഞങ്ങളങ്ങ് എത്തും. ആ, എല്ലാവരോടൊന്നും പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വിളിക്കാം. അതെ. എടാ ഹരി, എടാ, ഫോൺ കട്ട് ചെയ്തല്ലോ. ആരായിരുന്നു മഹേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ഹരിയാ വിളിച്ചത്. നാളെ ഋഷിയും ഗോപികയും ഡിസ്ചാർജ് ചെയ്യുന്നു. അയ്യോ അമ്മേ, ഈശ്വരാ, ഇപ്പോഴാ സമാധാനായേ. എത്ര ദിവസമായിട്ട് അവർ ആശുപത്രിയിൽ കഴിയാ. ഇപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടായല്ലോ. ഇന്നിനി ഏതായാലും എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അവരെ കാണണം, മനസ്സിന്റെ പെടപെടപ്പൊന്ന് കുറയണമെങ്കിൽ. എന്റെ അവസ്ഥ അത് തന്നെയാ. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും തീരാൻ പോവുകയെ. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചപ്പോഴേ നല്ലൊരു വാർത്ത അറിഞ്ഞത് കണ്ടില്ലേ? അതെ, അത് അമ്മ പറഞ്ഞത് വളരെ ശരിയാ. ആ, ഇതാണ് ഈശ്വരന്റെ ലീലകൾ. പകല് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു, ഇപ്പൊ അതിന് ഇരട്ടി സന്തോഷം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവര് ഡിസ്ചാർജായ സ്ഥിതിക്ക് അഭിയുടെയും സിദ്ധുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. അത് തന്നെ ഞാനും മനസ്സിൽ കണ്ടതമ്മേ. ഞാനിതെവിടെയാ? എന്റെ മാലാക്ക് എവിടെ പോയി? എന്റെ മാലാക്ക് എവിടെ പോയി? എന്റെ മാലാക്ക് എവിടെ? എന്നെ കെട്ടിയിട്ട് ഉപദ്രവിക്കണം, എന്നെ കെട്ടിയിട്ട് ഉപദ്രവിക്കണം. പോ പോ. ഏട്ടാ, സിദ്ധുവേട്ടാ, അയ്യോ അയ്യോ. ഏട്ടാ, ഏട്ടാ, എന്തു പറ്റി? സ്മൃതി, 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 എന്തിനാ കരയുന്നേ? ഞാൻ ഇതെവിടെയാ? ചേട്ടാ, ചേട്ടനിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത്. ദേ നോക്ക്, ദേ ചേട്ടൻ നോക്കിയേ, ഇത് ചേട്ടന്റെ മുറിയല്ലേ? ദേ നോക്ക്, നോക്ക്.
നോക്കിയേ, ഇത് ഏട്ടന്റെ മുറി തന്നെയല്ലേ? അപ്പൊ എന്നെ പിടിച്ചിട്ട് ഭൂതം എവിടെയാ? ഇവിടെ ഭൂതവും ഇല്ല പ്രേതവും ഇല്ല. ഏട്ടന്റെ മുറിയിൽ എവിടുന്നാ പ്രേതം? അപ്പൊ ഞാൻ കണ്ടതോ? അത് വല്ല സ്വപ്നമായിരിക്കും ചേട്ടാ. അപ്പൊ എന്റെ മാലാഖ എവിടെയാ? മാലാഖ എവിടെയാ പോയേ? എനിക്ക് മാലാഖ കാണണോ. എന്നെ മാലാഖ ഇവിടെ ഒന്ന് രക്ഷിച്ചേ, അറിയോ? മാലാഖയൊക്കെ ഉടനെ വരും സിദ്ധുവേട്ടാ. വരുമോ? പിന്നല്ലാതെ. ഏട്ടൻ മാലാഖയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവല്ലേ? അപ്പൊ ഏട്ടൻ എന്നും മാലാഖയെ കാണാലോ. അപ്പൊ ഞാൻ മാലാഖ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആ അതെ. അപ്പൊ ഞാൻ മാലാഖ കല്യാണം കഴിക്കാൻ പോണു. സിദ്ധുവേട്ടാ. മാലാഖ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. സിദ്ധുവേട്ടന്റെ ഒരു കാര്യം. സിദ്ധുവേട്ടൻ എന്തേ കാണിക്കുന്നേ? മാലാഖ, മാലാഖ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാട്ടോ, കേട്ടോ? വേണ്ട ഗോപു, പിടിക്കൊന്നും വേണ്ട. ഐ എം ഓക്കെ, ഒരു കുഴപ്പമില്ല. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ഓക്കെ അല്ലേ? സ്വാമിയച്ഛന്റെ ചികിത്സയുടെ ഗുണം കൊണ്ട് ഞാനിപ്പോ പണ്ടത്തെക്കാളും സ്മാർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ മക്കളെ, നിങ്ങൾ എത്തിയോ? മുത്തശ്ശ, മോളെ, മോനെ, എന്റെ മക്കളെ ഇങ്ങനെ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ കാണാൻ സാധിച്ചല്ലോ. എല്ലാം ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം. ഇത് ഞങ്ങളുടെ രണ്ടാം ജന്മം മുത്തശ്ശ. അതെ, ശരിക്കും രണ്ടാം ജന്മം തന്നെയാ. വാ, അകത്തേക്ക് വാ. ഇവിടെ ഒന്ന് വെയിലുള്ളട്ടാ. വാ. ഗോപു, മഞ്ജുച്ചി, മഞ്ജുച്ചി, നിങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് പോന്നോ? ശരിക്കും മിനിഞ്ഞാന്ന് തന്നെ സ്വാമിയച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞതാ. പിന്നെ ഇന്നലെ ഒരു ദിവസം ഒബ്സർവേഷനിലായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അവിടെ നിന്ന് പോന്നു. മോനെ, ഇരിക്കേ. രണ്ടാൾക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രയാസമൊന്നും ഇല്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു അപകടത്തിൽ കൂടെ കടന്നു പോയെന്നേ തോന്നുന്നില്ല. അത് ശരിയാ, കഴിഞ്ഞതെല്ലാം ഇപ്പോൾ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. ഞങ്ങളെല്ലാവരും ശരിക്കും വിഷമിച്ചിരിക്കുകയായിരുന്നു. കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടിയാ ഓരോ ദിവസവും തള്ളി നിൽക്കിയത്. കഷ്ടപ്പെട്ടത് മുഴുവൻ ദേവികയാണ്. ആശുപത്രിയും വീടുമായിട്ട് അവൾ ഒരേ ഓട്ടായിരുന്നു. ഒരു ദിവസം പോലും ആ കുട്ടി ശരിക്ക് നേരാവണ്ണം ആഹാരം കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രയാസപ്പെട്ടു. ഗോപു, ചേച്ചി, മോളെ, എപ്പോഴാ എനിക്ക് സമാധാനായത്, സന്തോഷായത്? നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കാന്നറിയോ? ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലേ? അതൊക്കെ ഒരു പ്രയാസാണോ? നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ ഇറങ്ങും. പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഋഷി, അങ്ങനെ കയറിയതാ. വീട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ പിന്നെ ഇങ്ങോട്ട് വരാം. എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്.
അവിടെ മുത്തശ്ശിയും അമ്മയും എല്ലാരും കാത്തിരിക്കുക. ചേച്ചി ഒന്ന് വന്ന്. എന്റെ മോളെ വാ. ചേച്ചി ചേച്ചി എന്ത് തീരുമാനിച്ചു? എന്താ? കല്യാണത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു എന്ന്? എന്തിനാ ചേച്ചി സ്വന്തം ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നേ? എനിക്കും അഞ്ജിതയ്ക്കും വേണ്ടി ചേച്ചി സ്വയം ഹോമിക്കരുത്. ഇല്ലാത്ത ജാതകദോഷത്തിന് പരിഹാരമായിട്ടല്ലേ അഞ്ജിതയുടെ കല്യാണം നടത്താൻ പോകുന്നേ? അത് വേണ്ട. ആ പരിഹാരം നടത്താത്തത് കൊണ്ട് എന്റെ ജീവിതം അങ്ങ് നശിച്ചു പോകുന്നെങ്കിൽ തൊലഞ്ഞു പോട്ടെ. ഏതായാലും ചേച്ചി കല്യാണത്തിന് തല കുനിച്ചു കൊടുക്കണ്ട. മോളെ ഒന്നും വേണ്ട. ചേച്ചി പറയാൻ പോകുന്നതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും നാളും ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടതും വീർപ്പൊഴിക്കുന്നതും ഒക്കെ. ഇനി അത് വേണ്ട. ചേച്ചി, ഏട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതും ചേച്ചി ആ വീട്ടിൽ വരുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും ചേച്ചി ഈ തീരുമാനം എടുക്കണ്ട. ഗോപിക പറഞ്ഞ ചേച്ചിയുടെ അവസ്ഥ മുഴുവനും എനിക്കറിയാം. കുട്ടിക്കാലം മുതൽ അനിയത്തിമാർക്കും കുടുംബത്തിനും വേണ്ടിയല്ലേ ജീവിച്ചത്. ആ ചേച്ചിക്ക് ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഗോപിക പറഞ്ഞതുപോലെ ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കണ്ട. ചേച്ചി ചേച്ചി ഇപ്പൊ ഒന്നും പറയണ്ട. ഇക്കാര്യത്തിൽ ഇനിയൊരു സംസാരം വേണ്ട. ആ ഘട്ടമെല്ലാം കഴിഞ്ഞതാ. നിങ്ങൾ കരുതുന്ന പോലെ ഇത് ത്യാഗം ചെയ്യലൊന്നും അല്ല. ഇത് ഞാൻ വളരെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മയുടെയും മുത്തശ്ശിയുടെയും നിർബന്ധം കാരണമല്ലേ ചേച്ചി ഏട്ടനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്ന് എനിക്കറിയാം. ഏതായാലും വീട്ടിലെത്തിയിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇറങ്ങുക. പോകാം ഗോപിക. പോവാം. ചേച്ചി ചേച്ചി വിചാരിച്ചാലും സിദ്ധുവേട്ടനായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. പോവാ ഋഷി. പോയിട്ട് വരാച്ചി. അതൊക്കെ ഋഷി 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 നിനക്ക് സുഖായോ? എനിക്ക് സുഖമായി ഏട്ടാ. ഗോപിക്ക് സുഖല്ലേ? വാ, രണ്ടുപേരും വാ. ഞാൻ നിങ്ങളോട് ഒരു വിശേഷം പറയാൻ കാത്തിരിക്കരുത്. ആ വിശേഷം എന്താന്ന് കേക്കണ്ടേ? കേക്കണ്ടേ? ആ, കേക്കണം. എന്താ വിശേഷം? അതെ, എനിക്ക് മാലാഖ കിട്ടുമല്ലോ. എന്നെ മാലാഖ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ പോവാ. ഞാൻ മാലാഖ കല്യാണം കഴിക്കാൻ പോവാന്ന്. അതെ, അമ്പലത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ മാലാഖയ്ക്ക് വളയിട്ട് കൊടുത്തു. വളയിട്ട് കൊടുത്താണ്ടല്ലോ ഇനി കല്യാണമെന്നാ മുത്തശ്ശി പറഞ്ഞ്. എനിക്ക് കല്യാണം വേഗം വേണം. കല്യാണം കല്യാണം കല്യാണം. ഗോപിക, ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടന്റെ സന്തോഷം കണ്ടില്ലേ? ഇനി എങ്ങനെയാ നമ്മള്? ഈ കല്യാണം വേണ്ടാന്ന് പറയും. അതല്ലേ ഋഷി ഉദ്ദേശിച്ചത്? പറയണം. സിദ്ധുവേട്ടനും ദേവികേച്ചിയുമായുള്ള കല്യാണം നടന്നാൽ ശരിയാവില്ലെന്ന് തന്നെ ഇവിടെയുള്ള വീട്ടുകാരോട് പറയണം. ഗോപിക പ്ലീസ്, ഏട്ടന്റെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഏട്ടനത് പ്രയാസമാവില്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. പറയാനുള്ളത് ഞാൻ പറയും. ഗോപിക, ദേവി അത് ഏട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. അല്ല, അപ്പൊ നിങ്ങൾ എന്താ പറയണേ? മാലാഖ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നോ?
അതെ, പറ്റില്ല. ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ഗോപിക, എനിക്ക് മാലാഖെ തരാന്ന് ഗോപികല്ലേ വാക്കെന്നിരുന്നേ? അത് അന്ന് ഈ പറയുന്ന മാലാഖ എന്റെ ചേച്ചിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഗോപിക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ വീട്ടുകാരോട് ഋഷി സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. അമ്മേ, ഋഷി, മോനെ ഋഷി, അമ്മേ. മോനെ, എടാ, ഗോപിക, മോനെ, ഋഷി, മോക്ക് സുഖല്ലേ? ഋഷി മോനെ, ഇപ്പോഴാ മോനെ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. സമാധാനായ. അമ്മയും അച്ഛനെയും മുത്തശ്ശിയൊന്നും വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. കാറ് മരത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ എല്ലാം അവിടെ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്.